माननीय श्रीमान हरीश बिरांजी। Thank you. The mic. Sir, thank you, Deputy Chairman, sir. Sir, it took almost 70 years for us to rename from Kerala to Keralam, sir. Now, sir, in the 17th century, sir, there was this Christian missionary and a linguist called Herman Gundert who had termed Kerala as God's own paradise. Now, sir, our tourism department has renamed it as God's own country, sir. Now, sir, why this God's own country, sir? Because we are strict on our secular credentials, sir. In the past as well as present, sir, and even in the future, sir, the secular credentials of our state binds our state together, sir. We are diverse in nature, sir. The diversity defines our state, sir, but we are completely secular in our nature, sir. Now, sir, this is the era of renaming, sir. There are a lot of renaming happenings everywhere. The roads are being renamed, railway stations are being renamed, airports are renamed, even the universities are being renamed, sir. But unfortunate part is that this renaming is reflecting some sort of communal nationalism and rewriting of history, sir, which is a very condemnable action, sir. Now, sir, as far as Keralam is concerned, sir, we are very happy about this name change, sir. But what is this name change indicate, sir? The approach of the union government in other aspects of the state, sir. Now, sir, when it comes to the developmental aspects of the state, sir, we are not a double engine sarkar, sir, but we are certainly, sir, a vital part of secular engine, sir. Now, sir, we are proud of our secular credentials, sir. Now, people of Kerala working in other parts of the country, other parts of the world, sir, we are all proud, sir, of our rich heritage. We welcome all cultures to our state, sir. People from other states are coming to our state. We call them Aditi Devo, sir. Aditi Devo of power, sir. We are saying the guest workers, sir. Not even Toilaligal, sir. And then they have got the entire freedom, sir, to have their own culture, their own food, their own clothing, sir. We do not interfere in any of these, sir. Now, sir, ഇവിടെ ഒരു മാന്യദേഹം പറഞ്ഞു, sir, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രം, sir. ചരിത്രം അറിയില്ലെങ്കിൽ, sir, ചരിത്രം പഠിക്കുക തന്നെ വേണം, sir. സർ, ഇത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്, സർ. ആ ഖായിദെ മില്ലത്ത് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഖായിദെ മില്ലത്ത്, സർ. അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പങ്കെടുത്ത ഖായിദെ മില്ലത്ത്, സർ. ഇവിടെ മാപ്പപേക്ഷകരും ശൂനക്കികളുടെയും ഭാഗമായിട്ടല്ല, സർ, ഞങ്ങൾ ഉണ്ടായിരുന്നത്, സർ. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടിയാണ്, സർ. ഇത്രമാത്രം സന്തോഷകരമായിട്ടുള്ള ഒരു അവസരത്തിൽ പോലും, സർ, എനിക്ക് പറയാനുള്ളത്, സർ, ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരാത്തതാണ്, സർ. അദ്ദേഹത്തിന്റെ ബില്ലാണ്, സർ. അദ്ദേഹം വരാത്തത് കേരള ജനതയെ അപമാനിക്കുന്ന തുല്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, സർ, ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൌട്ട് നടത്തുകയാണ്, സർ. നന്ദി, നമസ്കാരം. രാജ്യം ഭരിക്കുന്നത് രാജ്യത്തെ സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുത്തവന്റെ പാരമ്പര്യത്തിലുള്ള കാലുനക്കുകളായ മാപ്പെഴുതി കൊടുത്തവരായിട്ടുള്ള ഷൂനക്കികളായിട്ടുള്ള സവർക്കറുടെ പാരമ്പര്യത്തിൽപ്പെടുന്ന ആളുകൾ രാജ്യം ഭരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളും പ്രതിപക്ഷത്തിരുന്ന പാർട്ടികളുടെ പാരമ്പര്യവും ഒക്കെ വലിയ അർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ, ആ രാഷ്ട്രപിതാവിനെ പോലും വെടിവെച്ച് വീഴ്ത്തിയവർ അക്ഷരാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? അവർ ചെയ്തത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള പറഞ്ഞു വെക്കലായിരുന്നു, അല്ലേ? രാഷ്ട്രപിതാവിനെ എന്തിനാ ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയത്? രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്. ഗോഡ്സെയെ പറഞ്ഞു വിട്ടതാരാണ്? സവർക്കറാണ്. സവർക്കർ ആരാണ്? സംഘ് പരിവാരമാണ്. അപ്പോൾ സംഘ് പരിവാരം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവിനെ പോലും അംഗീകരിക്കില്ലാത്ത ഒരു അവസ്ഥയിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയുമായി പ്രത്യയശാസ്ത്രവുമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഘ് പരിവാർ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ യഥാർത്ഥ പോരാളികളെ രാജ്യദ്രോഹികളാക്കുകയും ഷൂനക്കുകളെയും കാലുനക്കുകളെയും ആസനം നക്കിയെയും മാപ്പെഴുതി കൊടുത്തവനെയും ഒക്കെ ദേശസ്നേഹിയും രാജ്യത്തെ പോരാളിയുമാക്കി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അല്ലേ? ഇവിടെ പല രീതിയിലുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയമാണ്.
സംഘപരിവാറുകാരനെ അക്ഷരാർത്ഥത്തിൽ അവനെ പ്രേരിപ്പിക്കുന്ന എന്തൊരു കാര്യത്തിലേക്കും, ഇപ്പോൾ രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ആൾക്കൂട്ട അക്രമങ്ങൾ, ഇതിലേക്ക് സംഘപരിവാറുകാരനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? അവൻ്റെ ഉള്ളിലുള്ള ഭയം. ഇവനൊക്കെ നമ്മളെ എന്തോ ആക്കും എന്നുള്ള ഭയം. ഭയമാണ്. അപ്പോൾ ആ അക്രമത്തിന് പിന്നിൽ സംഘപരിവാറിൻ്റെ ഭയം. എന്തിന്? നിങ്ങളിപ്പോൾ നോക്കൂ, നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെന്റിൽ എത്താത്തതിൻ്റെ കാരണം എന്താ? ഭയമാണ്. എന്തിനെ ഭയമാണ്? ജനാധിപത്യത്തെ ഭയമാണ്, രാജ്യത്തെ ജനങ്ങളെ ഭയമാണ്, രാജ്യത്തെ വിദ്യാർത്ഥികളെ ഭയമാണ്. അപ്പോൾ അന്ന് ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത് എന്തുകൊണ്ടാ? അതും ഒരു ഭയമായിരുന്നു. എന്ത് ഭയം? ഈ രാജ്യം ഇങ്ങനെ ഒരു മതേതരത്വ സെക്കുലർ രാജ്യമായി മുന്നോട്ട് പോകും എന്നുള്ള ഭയം. ആ ഭയത്തിൽ നിന്നാണ് ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്. ഗാന്ധി ജീവനോടെ ഇരുന്നാൽ തങ്ങളുടെ ഈ പറയുന്ന സംഘ് പരിവാർ അജണ്ടകൾക്ക് അത് വലിയ രീതിയിൽ അപകടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് സംഘ് പരിവാർ ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്. നമ്മൾ ഇന്ന് ഏറ്റവും പറയേണ്ട കാര്യം ഇതാണ്. കാരണം രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ ഇന്ന് പറയേണ്ടത് ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത് തന്നെയാണ്. ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നിൽ ഗോഡ്സെ അതിലെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഉപകരണമായിരുന്നു, അല്ലേ? ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്താൻ തോക്കൊരു ഉപകരണമായതുപോലെ തന്നെ ആ തോക്ക് ചലിപ്പിക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു RSSന്റെ ക്രിമിനൽ ഗുണ്ടയായിരുന്നു ഈ പറയുന്ന ഗോഡ്സെ. ഗോഡ്സെയെ പറഞ്ഞു വിട്ടതാരാ? ഗോഡ്സെയെ പറഞ്ഞു വിട്ടത് VD സവർക്കർ. VD സവർക്കർ എന്ന് പറയുന്ന സംഘ് പരിവാറുകാരൻ, കാല് നക്കി മാപ്പെഴുതി കൊടുത്തവൻ ബീരു. എന്നിട്ട് ഈ ബീരു എന്താക്കി? തന്നെക്കുറിച്ച് തന്നെ ഒരു 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 പുസ്തകം എഴുതി, സ്വയമേ ഒരു പുസ്തകം എഴുതി ബീരു. ആ പുസ്തകത്തിലാണ് വീർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏത് പുസ്തകത്തിൽ? സവർക്കറെ കുറിച്ച് സവർക്കർ തന്നെ ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നു? ആ പുസ്തകത്തിൽ മറ്റൊരു തൂലികാ നാമത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിലാണ് വീർ എന്നുള്ള ഒരു വിശേഷണം ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലേ? 1926 ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന ഒരു പുസ്തകം, ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ. ആ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാ, ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന് എഴുതിയിട്ട് ഒരു പുസ്തകം. ആ പുസ്തകം എഴുതിയതാരാ? ചിത്രഗുപ്ത് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഓത്തർ. രചയിതാവിൻ്റെ പേര് ചിത്രഗുപ്ത് എന്നായിരുന്നു. ആരാണ് ഈ ചിത്രഗുപ്ത്? ഈ ചിത്രഗുപ്ത് സവർക്കർ തന്നെയായിരുന്നു. അപ്പോൾ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ താൻ ഭീരുവാണെന്ന് സമൂഹത്തിൽ, താൻ മാപ്പെഴുതി കൊടുത്തവനാണ്, താൻ കാല് നക്കിയവനാണ്, താൻ ആസനം നക്കി കൊടുത്തവനാണ് എന്നുള്ള ഒരു ചർച്ച, ഒരു സംസാരം സമൂഹത്തിൽ, ഇന്ത്യയുടെ പൊതുമധ്യത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സവർക്കർ ചിത്രഗുപ്ത് എന്ന് പറയുന്ന അപരനാമത്തിൽ തന്നെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൽ ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ വീർ സവർക്കർ, വീർ സവർക്കർ, വീർ സവർക്കർ എന്നിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള പണിയായിരുന്നു ഈ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന് പറയുന്ന പുസ്തകം. അത് എഴുതിയതാവട്ടെ ചിത്രഗുപ്ത് എന്ന അപരനാമത്തിൽ സവർക്കർ തന്നെ, VD സവർക്കർ, സാക്ഷാൽ സവർക്കർ തന്നെ ആണ് ഈ വീർ 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 എന്ന് വിളിച്ചു തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു ചോദിച്ചാൽ ഇതൊക്കെ ഒരു ഭയത്തിൽ നിന്നാണ്. ജനങ്ങൾക്കിടയിൽ എനിക്കൊരു മതിപ്പില്ല, എനിക്കുള്ളത് ഒരു അവമതിപ്പാണ് എന്ന് മനസ്സിലാക്കിയ സവർക്കർ തന്നെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നു. അത് VD സവർക്കർ എന്ന പേരിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ ആളുകൾ എന്താക്കും? പുച്ഛിച്ച് തള്ളും. അപ്പോൾ അതുകൊണ്ട് ആളുകളെ പൊട്ടന്മാരാക്കണം. അപ്പോൾ ഈ PR വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്നീ കാണുന്നതൊന്നല്ല. PR വർക്കിൻ്റെ മാരക വേർഷനായിരുന്നു ആര്? ഈ VD സവർക്കർ. അതല്ലെങ്കിൽ തന്നെക്കുറിച്ച് സ്വയമേ ഒരു പുസ്തകം എഴുതുക, എന്നിട്ട് അതിൽ തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പുസ്തകം എഴുതുക, എന്നിട്ട് അത് മറ്റൊരാളുടെ പേരിൽ പബ്ലിഷ് ചെയ്യുക. ഇതിലും വലിയ PR വർക്ക് വേറെ ഉണ്ടോ? PR വർക്ക് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ പിന്നെ മറ്റൊരു പതിപ്പാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്നുള്ളൂ. അന്ന് ഇത് പുസ്തകങ്ങൾ എഴുതി അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ
PR വർക്കാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പം ഈ പറയുന്ന സവർക്കറുടെ ഈ സംഭാവന എന്താ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സവർക്കറുടെ പാരമ്പര്യം എന്താ? സംഭാവന എന്താ? സവർക്കറുടെ സംഭാവന എന്ന് പറയുന്നത് ഈ പറയുന്ന മാപ്പെഴുതി കൊടുത്ത, കാല് നക്കി കൊടുത്ത പാരമ്പര്യം മാത്രമാണ്. സവർക്കർ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് സവർക്കർ വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചതിൻ്റെ പേരിലൊന്നല്ല. സവർക്കർ ഈ ബ്രിട്ടീഷുകാർ എന്താ പറയേണ്ടത്, ഈ കൂട്ടത്തോടെ പിടിച്ചു കൊണ്ടുപോവാണല്ലോ. ആ കൂട്ടത്തോടെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സവർക്കർ അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സവർക്കർ എന്തെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുത്തിട്ടല്ല. മാത്രമല്ല, ഒരു പണി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുക്കുക, ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ ഓരോ മൂവ്മെൻറ്റുകളും ചോർത്തി കൊടുക്കുക. ഈ കൂട്ടത്തിൽ വന്നിരിക്കും, ഇവിടുന്ന് എല്ലാം കേട്ട് എല്ലാം മനസ്സിലാക്കി എന്താ ചെയ്യാൻ പോകുന്ന എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ബ്രിട്ടീഷുകാരനോട് പോയി പറയും. അവരിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അവരങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റുകാരൻ ആരെ ഒറ്റുകൊടുത്തു? സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തു എന്നുള്ളത് അവിടെ കേട്ടെ. രാജ്യത്തെ ഒറ്റുകൊടുത്ത ക്രിമിനലാണ് ഈ സവർക്കർ എന്ന് പറയുന്നത്. ആ സവർക്കറെയാണ് വെളുപ്പിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഇന്നലെ ഈ സവർക്കർ കാല് നക്കിയവനും മാപ്പെഴുതി കൊടുത്തവനും ഷൂ നക്കിയവനുമാണ് എന്നുള്ള ഒരുപാട് വട്ടം, 1000 തവണ കേരളത്തിൽ നിന്നുള്ള പല MP-മാരും ഇത് ഇന്നലെ രാജ്യത്തിൻ്റെ രാജ്യസഭയിൽ ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്? രാജ്യത്തെ സഭാരേഖകളിൽ അവിടെ ഉണ്ട്. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അമിത്ഷാ പാർലമെൻറ്റിൽ വരാതെ നിന്നുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ പറയേണ്ടത് സംഘ് പരിവാറിൻ്റെ ചില പ്രവർത്തനങ്ങളും കാരണമാണ് ഈ സവർക്കർ മാപ്പെഴുതി കൊടുത്തവനാണ്, ഭീരുവാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് രാജ്യസഭയിൽ ആവർത്തിച്ച് പല MP-മാരും നടത്തിയിട്ടുണ്ട് കേട്ടോ. പല MP-മാരും അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സവർക്കറുടെ ചരിത്രം ഇതാണ്. സവർക്കർ താനൊരു ഭീരുവാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും ചില ഭയമുണ്ടാകും പല കാര്യങ്ങളിൽ. ഇപ്പോൾ ചില ആളുകൾക്ക് രോഗം വന്നാൽ ഭയം ഉണ്ടാകും. എന്ത്? ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ചില ആളുകൾക്ക് ഭയം ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ഭയം ഉണ്ടാകും. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വരുമ്പോൾ എക്സാം ഭയം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിട്. അപ്പോൾ അത്തരത്തിൽ സവർക്കറുടെ ഉള്ളിലുണ്ടായ ഒരു ഭയമാണ് താൻ ഭീരുവാണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ള ഭയം. അവിടെ നിന്നാണ് ഈ വീർ എന്ന് പറയുന്ന വാക്ക്, അതൊരു PR വർക്കായിരുന്നു. PR വർക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സവർക്കർ അതിബുദ്ധിമാനായിരുന്നു കേട്ടോ. ബുദ്ധിയില്ലാത്തവനെന്നൊന്നും ഞാൻ പറയില്ല. സവർക്കർ ഈ പറയുന്ന എന്താ പറയേണ്ടത്, നമ്മൾ അങ്ങനെ സവർക്കർ ബുദ്ധിയില്ലാതെ ഒരു വ്യക്തിയായിട്ട് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. സവർക്കർ അതിബുദ്ധിമാനാ. സവർക്കറിൻ്റെ എല്ലാ പാതകളും ഈ സംഘ് പരിവാറിൻ്റെ ഇന്നത്തെ ആളുകൾ പിന്തുടരുന്നുണ്ട്. ഭയം അത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് സവർക്കർ ഭയപ്പെട്ടത് തന്നെയാണ് ഇന്ന് സംഘ് പരിവാരവും ഭയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അന്ന് സവർക്കർ എന്തിനാ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തത്? എന്തിനാ ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയത്? ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയത് തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സംഘ് പരിവാറുകാരെന്ത് ചെയ്യുന്നത്? ജീവിതവും തൻ്റെ സ്വത്തും തൻ്റെ സമ്പാദ്യമൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് BJP-യിലേക്ക് ആളുകൾ ചേർന്ന് കണ്ടിട്ടില്ലേ? ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ. എത്ര ആളുകളാണ് BJP-യിലേക്ക് ചേരുന്നത്? എത്ര ആളുകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളല്ല. ഈ പറയുന്ന ചില ആളുകളുണ്ടല്ലോ, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ചില ആളുകൾ BJP-യിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ജീവിതവും തൻ്റെ സമ്പത്തും തനിക്ക് പണമുണ്ടാക്കാനും വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. അത് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുക്കാൻ സവർക്കറേയും പ്രേരിപ്പിച്ച ഘടകം. അത് തന്നെ പിന്തുടരുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു സവർക്കർ ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ സെൽഫ് ബ്രാൻഡിങ്. അത് തന്നെയാണ് ഇന്ന് സംഘ് പരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് സവർക്കർ വീർ എന്നാണ് തന്നെ സ്വയം വിശേഷിപ്പിച്ചതെങ്കിൽ ഇന്ന് വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നുമില്ല. അങ്ങനെ PR-ന്റെ ആ ഒരു അങ്ങേ
എന്താ പറയണ്ട ഉച്ചീഭാവം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവർക്കർ എന്താണോ ചെയ്തത്, സവർക്കറിൻ്റെ പ്രവൃത്തികൾ എന്തായിരുന്നോ, സവർക്കറുടെ ചിന്താഗതികൾ എന്തായിരുന്നോ, സവർക്കറിൻ്റെ മെൻറ്റാലിറ്റി എന്തായിരുന്നു, ഇതൊക്കെ തന്നെയാണ് അത് അപ്പടി ഇന്നത്തെ സംഘപരിവാരവും തുടർന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഈ പറയുന്ന സംഘപരിവാറിന് രാജ്യത്തിൻ്റെ പോരാട്ടത്തിലും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിലും യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. പങ്കില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇവന്മാരെല്ലാം ഒറ്റുകാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് നമ്മൾ പറയാറില്ലേ. ഇവർ ഉപകാരം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉപദ്രവിക്കുകയും ചെയ്ത ആളുകളാണ്, ഉപദ്രവം കൂടി ചെയ്ത ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. അതാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനം എന്താണ്? രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തിയത്. അത് ചെയ്തതാരാ? സംഘപരിവാരം. നാഥുറാം വിനായക് ഗോഡ്സെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്, നാഥുറാം വിനായക് ഗോഡ്സെ ഒരു ആയുധം മാത്രമായിരുന്നു. ഇത് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. ഇപ്പോൾ ഒരു 10,000 ആളുകൾ ഒരുമിച്ച് വന്ന് 10,000 തോക്ക് വെച്ച് ഒരു മനുഷ്യനെ വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറയുന്നത് നടക്കുമോ? അപ്പോൾ ഈ 10,000 ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പ്രതിനിധിയായിട്ട് നാഥുറാം വിനായക് ഗോഡ്സെ അത് ചെയ്തു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ. അപ്പോൾ രാഷ്ട്രപിതാവിനെ കൊന്നതാണ് രാജ്യം ഇന്ന് വരെ കണ്ടത് എന്നല്ല, രാജ്യത്ത് എന്നേക്കുമായി ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം ഇനി വരാനിരിക്കുന്നതാണെങ്കിലും ശരി, നടന്നതാണെങ്കിലും ശരി, രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തിയതാണ് ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്, രാജ്യദ്രോഹ കുറ്റം. അത് നടത്തിയതാരാ? അത് നടത്തിയത് RSS. അതിനാളെ പറഞ്ഞു വിട്ടതാരാ? സവർക്കർ. വെടിവെച്ച് വീഴ്ത്തിയതോ? ഗോഡ്സെ, സംഘപരിവാർ. വെരി സിമ്പിൾ. അപ്പോൾ ഇവിടെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ ഒരു കടുക് മണിയോളം പോലും സംഭാവനകൾ ഇല്ലാത്ത വ്യക്തികളാണ് ഈ പറയുന്ന RSSഉം സംഘപരിവാരം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രാജ്യത്തെ യഥാർത്ഥ പോരാളികളെ രാജ്യദ്രോഹികളാക്കുകയും ഈ ഒറ്റുകാരും രാജ്യദ്രോഹികളും ഇന്ന് യഥാർത്ഥ പോരാളികളാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. നേരെ തിരിക്കുക, ഈ പറയുന്ന ചരിത്രങ്ങൾ വെട്ടിമാറ്റുക, വളച്ചൊടിക്കുക, തിരികെ കയറ്റുക, കുത്തി നിറക്കുക, സെൽഫ് ബ്രാൻഡിങ് ഇതൊക്കെ നടത്തിയിട്ട് ഈ ഒറ്റുകാർ ഞങ്ങളാണ് ഇതൊക്കെ നടത്തിയത്, ഈ തന്തയാവാനുള്ള ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതായിരിക്കും മനസ്സിലാകുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തന്തയാവാനുള്ള ശ്രമം അത് പലരും നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പല മേഖലകളിൽ. സംഘപരിവാർ ആരുടെ തന്തയാവാനാണ് ശ്രമിക്കുന്നത്? സംഘപരിവാർ രാജ്യത്തിൻ്റെ തന്തയാവാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.